ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു കണവ അച്ചാർ അല്ലെങ്കിൽ കൂന്തൽ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നല്ല വലുപ്പമുള്ള ഒരു 4 കൂന്തലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനെ 2 വിധത്തിൽ ചെയ്യാം. ആദ്യം തന്നെ ഇങ്ങനെ റൗണ്ടിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേവിച്ചിട്ട് വറുത്തിട്ട് അങ്ങനെയും ചെയ്യാം. അല്ല, കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേവിച്ചിട്ടും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണ്. അധികം വെള്ളം ഒഴിക്കാതെ ഇതിൽ നിന്ന് ഒരു വെള്ളം ഇറങ്ങി വരും. ഇത് അടുപ്പിൽ വെച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ട് തന്നെ ആക്കാം. അപ്പം ഞാനിത് സ്റ്റവ് ഓണാക്കാം. ഇതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇടാം. ഇതിൽ ഞാനൊരിത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, ഇത് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടക്കും. അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായിപ്പോൾ നമുക്ക് അച്ചാറിന് വെള്ളം അധികം ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കിതിങ്ങനെ ഇനി അതൊന്ന് വേകട്ടെ. സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട്. ഞാനൊരു ടൈമർ വെക്കുന്നുണ്ട്. എത്ര ടൈം നമുക്ക് എടുത്ത് നോക്കാം. 10 മിനിറ്റ് ഞാൻ ടൈം വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര ടൈം എടുക്കും ഇത് വേകാനാണ്. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ കുറച്ച് നേരമായി നമ്മൾ വെച്ചിട്ട് എത്ര ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കാരണം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. കണ്ടോ, നമ്മളിതിനകത്ത് ഒട്ടും വെള്ളം വെക്കാണ്ട് അത് വെച്ചിരിക്കുന്നത്. ഇറക്കി നോക്കാം. കാരണം നമ്മൾ ഇട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല. പക്ഷേ അത് ആദ്യം ഇറക്കി വന്ന വെള്ളം. പക്ഷെ എന്നാലും ഇത് അടിയിൽ പിടിക്കരുതല്ലോ. അപ്പോൾ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് നോക്കി ഒന്ന് തെറ്റിയിട്ട് കൊടുക്കുക. എന്നിട്ട് വേഗം ഇങ്ങനെ വേവിച്ച് എടുത്തിട്ട് കട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള സൗകര്യം നോക്കിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് വേവിച്ചാലും മതി. ഇപ്പം ഞാൻ ഉപ്പും മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ടുള്ള വേവിക്കുക. അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇച്ചിരി ഒരു കുരുമുളകും കൂടെ ഇട്ട് വേവിക്കാം. അപ്പോൾ ഞാനതെല്ലാം മസാല പരട്ടിച്ച് സമയം വെക്കുന്നുണ്ട്. കാരണം ഞാൻ ഓർത്തു സമയം കുറവും കൂടെ ഉണ്ട്. കണ്ടോ, ഇത് വെള്ളം കാണുന്നുണ്ടോ? വെള്ളം കണ്ടോ, ഒട്ടും വെള്ളം വെക്കാണ്ട് നമ്മൾ വെച്ചതാണ്. എന്നിട്ടും കണ്ടല്ലേ, ഒരു 5 മിനിറ്റും കൂടെ. ഞാൻ 10 മിനിറ്റ് ആയിരുന്നു ടൈം വെച്ചത്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ആവിയിലത് കൂടെ വേവും. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആഹാ, നോക്കിക്കേ, കണ്ടില്ലേ വെള്ളം ഇറങ്ങിയിരിക്കുന്നത്? അതാ വെള്ളം നോക്ക്. നമ്മളൊരു തുള്ളി വെള്ളം വെക്കാത്തൊരു സാധനമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ആയിട്ടുണ്ട്. ഇപ്പോൾ കുക്കായിട്ടുണ്ട്. നമ്മളിത് ഓവർ കുക്കാക്കണ്ട. ഈ കൂന്തൽ അല്ലെങ്കിൽ ചെമ്മീൻ ഇതൊക്കെ ഓവർ കുക്കായി കഴിഞ്ഞാൽ റബ്ബർ പോലാകുന്ന സാധനങ്ങൾ. അപ്പോൾ നമ്മൾ വേവിച്ചിട്ട് വെച്ചിരുന്ന നമ്മുടെ കണവ അല്ലെങ്കിൽ കൂന്തൽ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. കണ്ടോ, ഇതിനെ നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് വരുന്നത്. ഇനി നമുക്ക് മസാലയൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കണം. കുറച്ച് മസാല ഇട്ട് വെച്ച് നമുക്ക് ഫ്രൈ ആക്കണം. അതിന് മുമ്പ് ഞാനിത് എങ്ങനെ ഞാൻ കട്ട് ചെയ്തെന്ന് കാണിക്കാം. അതിനെ കണ്ടോ, ഇങ്ങനെ മുറിച്ചു. ഉൾഭാഗമൊക്കെ നമ്മൾ നേരത്തെ നല്ല നീറ്റായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്താ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ മുറിച്ച് കൊടുത്തു. എന്നിട്ട് ഇത് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിനകത്ത് വെള്ളം ഉണ്ടാവും. വെള്ളം ചിലപ്പോൾ ചീറ്റും. കണ്ടോ, ഇനി അത് നമുക്ക് ഇങ്ങനെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അതുമ്പോൾ ഞാൻ വേവിച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്ര ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യുന്നത്. മറ്റേ പച്ച കട്ട് ചെയ്യാൻ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഒരു പകുതി കുക്ക് ചെയ്തിട്ടില്ലേ ഞാനത് കട്ട് ചെയ്യുന്നത്. ഇനി അതിനെ ഫ്രൈ ചെയ്യാൻ നമുക്ക് കുറച്ച് എളുപ്പമുണ്ടാവും. ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ 4 കണവയും ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇത്തിരി മസാല പുരട്ടിയൊന്ന് മാറ്റി വെക്കാം. ഞാനതിന് ഒരു 1/2 ടീസ്പൂൺ വേണ്ട 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കാരണം ഓൾറെഡി ഞാനിത് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഇനി വീണ്ടും ഇടും. അതുപോലെ എരിവുള്ള മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത്. എരിവുള്ള മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ഞാനിപ്പോൾ ഇടുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ ഇട്ടിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതങ്ങനെ വെക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം നമുക്ക് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ കണവ. ഇപ്പം ഞാനിതിനകത്ത് വെളിച്ചെണ്ണയാണ് ഇടുന്നത്. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം വറുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ തണുപ്പായത് കാരണം ഇപ്പം വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ കട്ടിയാകുകയാണ്. വറുക്കാൻ ആവശ്യമുള്ള എണ്ണ നമുക്ക് ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന കണവ മസാല പുരട്ടിയുള്ള ഫ്രിഡ്ജിൽ വെച്ച് കണവ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇൻഡക്ഷനിലാണുള്ളത്. അപ്പോൾ അത് ഫ്രൈ മോഡലിലേക്ക് നോക്കിയിട്ട് 4 വലിയ കണവയായിരുന്നു. അതിൻ്റെ വെയിറ്റ് എത്ര കൃത്യമായിട്ട് അറിയില്ല, നോക്കിയൊന്നുമില്ല. എല്ലാവരും
ഇപ്പോൾ ഇളക്കണ്ടാകാണ്ടിരിക്കട്ടെ. ഒന്ന് ഇച്ചിരി കഴിഞ്ഞിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ശ്രദ്ധിക്കണം, ഇത് ഇവിടെ ഫ്രൈ ആകുമ്പോൾ പൊട്ടും. ഒന്ന് ഫ്രൈ ആയി നടക്കാം. ഇത് വെള്ളം ഇറങ്ങാൻ ചാൻസ് കുറവാണ്, കാരണം ഓൾറെഡി നമ്മൾ വേവിച്ചിട്ട് ആണല്ലോ ഈ സാധനം കട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രൈ ആക്കി വേറെ മാറ്റിയിട്ട് ഇത് ഏകദേശം ഒരു 13 മിനിറ്റ് കേട്ടോ. ഞാൻ സ്റ്റവ് ഓഫ് ആക്കാം. ചിലപ്പോൾ ഞാൻ മാറ്റാം, കാരണം ഇനി കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്ന് റബ്ബർ പോലായി ചവയ്ക്കാൻ പറ്റുണ്ടാവും. ഇത് ഇവർ അങ്ങനെ വേറെ തോന്നുന്നു, വലിയ കണവയായതുകൊണ്ടാണ് തോന്നുന്നു. ഒരു കുറച്ച് ഫ്രൈ ആയി വരാൻ കുറച്ച് സമയം എടുക്കും. ഇനി കഴിഞ്ഞാൽ പിന്നെ ചവയ്ക്കാൻ പോലും പറ്റില്ല, റബ്ബർ പോലായി. അത് നമുക്ക് ഇതിന് കൂടി മാറ്റാം. ഈ കഴിഞ്ഞാൽ നമുക്ക് അച്ചാറ് ചെയ്യാം. ഈ ചെമ്മീൻ കണവയൊക്കെ അച്ചാറിടുമ്പോൾ കാര്യമാണ്. അത് കൂടുതൽ കൂട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാൻ നല്ല പാടായിരിക്കും. അച്ചാർ കഴിക്കാൻ ഇപ്പോൾ ഞാൻ അച്ചാറിനായതെന്ന് വെച്ചാൽ എണ്ണ അതൊക്കെ വേണമല്ലോ. ഇത്രയും എണ്ണ തന്നെ എടുക്കാമെന്നിരിക്കും. മസാലയൊക്കെ എണ്ണയുണ്ട്. ഈ എണ്ണയ്ക്കൊക്കെ തന്നെ പത്ത് കാര്യങ്ങൾ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ പോയി മാറ്റാം. ഈ എണ്ണയ്ക്ക് തന്നെ ഞാൻ തരുന്നു. നമുക്കിനി അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പിന്നെ ചൂടായി കിടക്കണമല്ലോ. ഞാനൊരു ഇതാണ്ടായി കുഞ്ഞി സ്പൂൺ, ഐസ്ക്രീം സ്പൂൺ പോലത്തെ സ്പൂണാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഒരു 4 സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ബാക്കി ഓരോന്നൊക്കെ ഇടാം. അതിനകത്ത് മസാല ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് ചൂടായിട്ടും കടുക് പൊട്ടാത്തത്. ഇതിന് അരിച്ചെടുക്കണമായിരുന്നു തോന്നുന്നല്ലേ. ഇതിപ്പോൾ ഇത് കാണുന്ന കുക്കിംഗ് അറിയാവുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയാണോ എന്നൊക്കെ. എൻ്റെ കുക്കിംഗ്, എൻ്റെ അറിവും എൻ്റെ ഐഡിയ മാത്രമാണ് കേട്ടോ. ഇതിനൊക്കെ നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യണം. കുറ്റം പറയുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ്, എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. എനിക്ക് തോന്നുന്നു കണവ അച്ചാറിന് ആദ്യമായിട്ടാണ് എടുത്തത്. ചെമ്മീൻ അച്ചാറിട്ട് ഞാൻ മോൾക്ക് കൊടുത്തയക്കാറുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ വെക്കേഷൻ നമ്മൾ നാട്ടിൽ പോയപ്പോൾ എൻ്റെ കുഞ്ഞമ്മ, അമ്മയുടെ അനിയത്തി, മോൾക്ക് വേണ്ടി കുറച്ച് ചെമ്മീനും കണവയൊക്കെ ഇതുപോലെ അച്ചാറിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ. അത് കാരണം അവർക്കത് കൊണ്ടുപോയി 6 മാസം അവർക്കത് നന്നായിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഈ കണവ ഇട്ട് കൊടുക്കുക. അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു അച്ചാറുള്ളത്. ഇനിയിപ്പോൾ ഉടനെ നാട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ അടുത്ത ഓഗസ്റ്റ് ഒക്കെയാണ് നമ്മൾ നാട്ടിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് ഞാനും ഒന്ന് നോക്കിയെടുപ്പോൾ 6 മാസം ഒരിക്കലും ഒന്നുകൂടെ വരും. വരുമ്പോൾ അവർക്ക് ചെയ്ത് കൊടുത്തയക്കാനും. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതായിരുന്നു. ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് നിറച്ച് കൊടുക്കാം. കാരണം മസാല ഓൾറെഡി ഉള്ളതുകൊണ്ട് കരി ഞാൻ അതിലേക്കാണ് ഞാൻ കറിവേപ്പിലയും കുറേ പോകുന്നത്. കറിവേപ്പില നമ്മുടെ ചെടിയിലുണ്ടായ കറിവേപ്പില തന്നെയാണ്. ഞാനതെടുത്ത് കഴുകി നമുക്ക് വെള്ളം കളഞ്ഞ് വെച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. നമുക്ക് ആൾറെഡി നമ്മളിത് ഫ്രൈ ചെയ്ത മസാല ഇതിനകത്ത് കിടക്കുന്നതിന് ഇൻഡക്ഷൻ സ്റ്റൗളും കൂടെ ചെയ്യുന്നു. കഴിഞ്ഞു. ശരിക്കും എനിക്ക് തോന്നുന്നു വേറെ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഈ എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചാൽ മതിയായിരുന്നു തോന്നുന്നു. അപ്പോൾ പിന്നെ കഴിഞ്ഞു തോന്നുന്നു. ഓരോ ചെയ്യുമ്പോഴല്ലേ ഒന്നും പഠിക്കുന്നല്ലേ. ഇനി ഇതിനകത്ത് നമുക്ക് ഓരോ പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം സ്റ്റവ് ഓഫ് വെച്ചിരിക്കുകയാണ്. ഇൻഡക്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ചൂട് കൂടുന്നത്. ഞാനതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 3 ടീസ്പൂൺ ഫുള്ള് നല്ല എരിവുള്ള മുളക് പൊടി. അത് നിറച്ചെടുത്തോട്ടോ. 3 ടീസ്പൂൺ ഞാനിങ്ങനെ ഫുള്ളായിട്ടാണ് എടുത്തു. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതൊക്കെ എൻ്റെ ഒരു കണക്ക പോരെങ്കിൽ ഞാൻ പിന്നെ ഇടും കേട്ടോ. ഒരു 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചതാണ്, ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കയ്യിൽ എടുക്കാം. അപ്പോൾ ആ എണ്ണ കറക്റ്റായിരുന്നു.
കൂടുതൽ വേണ്ട, കാരണം അത് കൊടുത്തയക്കേണ്ടതായതുകൊണ്ട് നമുക്ക് ലീക്കായി പോകരുത്. ഇതിനകത്തേക്ക് ഞാൻ ഇച്ചിരി കായപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇച്ചിരി കായപ്പൊടി, ഞാൻ വാങ്ങിയ കായപ്പൊടിയാണ്. കായ വറുത്ത് പൊടിച്ചിട്ടാലും ഓക്കെയാണ്. കായപ്പൊടി എൻ്റെ ഏകദേശം കണക്ക് വെച്ചിട്ട് ഞാൻ ഇട്ടിരിക്കുകയാണ്. അതിലിനി സ്പൂണിൻ്റെ അളവൊന്നും നോക്കില്ല. ഇതിനകത്തേക്ക് നമുക്കൊരു ഇച്ചിരി, ഇനിയിപ്പോൾ സ്റ്റവ് ഓഫിലായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇൻഡക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ചൂടിലാണ് ഇപ്പോൾ ഇതൊക്കെ ആണ്. ഞാനതിൽ ഒരു വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഞാൻ കൂടുതൽ ഒഴിക്കുന്നില്ല, കാരണം ബാക്കി മോൾ അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ ഒഴിക്കുന്നത് നല്ലത്. സോറി. പിന്നെ കണവ അച്ചാറുണ്ടാക്കുന്നത് ആദ്യമാണ്. പിന്നെ ഇങ്ങനെ കുക്കിംഗ് വീഡിയോ എടുക്കുന്നതും വലിയ ശീലങ്ങൾ ഇല്ലാത്തതാണ്. ഞാൻ തുടങ്ങിയിട്ട് വിളിക്കുന്നത് വീഡിയോസൊക്കെ എടുത്തിട്ട്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറവുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഞാൻ ഇനി മിസ്സായി പരിസാണ് ഉപ്പാൻ പോകും. അത് ഉപ്പും കൂടെ ഇടാം. ഉപ്പ്, എൻ്റെ ഉപ്പ് ഭരണി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഉപ്പ് ഭരണി. കല്ലുപ്പാണ് നാട്ടിൽ കൊണ്ടുവന്നത്. അത് ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് വെച്ചിരിക്കണം. ഇത് പാകത്തിന് ഉപ്പ്, അച്ചാറാകുമ്പോൾ ഇച്ചിരി ഉപ്പും എരിവൊക്കെ കൂടുതൽ നിൽക്കണമല്ലോ. ഇട്ട മുളക് പൊടിയുടെ അളവ് കറക്റ്റാണ്. എരിവ് ഇത്ര ഉണ്ടോ, ഇഞ്ചിയും പച്ചമുളകൊക്കെ ഉണ്ട് ഉണ്ടാവും. ഇച്ചിരി എരിവും പുളിയും ഉപ്പും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് വെക്കാനൊരു ടേസ്റ്റ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊട്ടും വെള്ളം പോലെയല്ല, ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ മതിയെന്നാണ്. ഈ മസാലയുടെ ഉപ്പും പുളിയും നമുക്ക് നോക്കാം, അപ്പോൾ അറിയാമല്ലോ അതിനകത്ത് ഇനി വിനീഗർ ഒഴിക്കണോ എന്നാണെന്നുള്ളത്. ഉപ്പൊക്കെ ഉണ്ട്, പക്ഷെ പുളി പോരാ. അപ്പോൾ വിനീഗർ ഒഴിച്ചത് പോരാ, കുറച്ചുകൂടെ ഒഴിക്കണം. വിനീഗർ ഞാനൊരു 2-3 സ്പൂൺ കൂടെ ഒഴിച്ചു. എനിക്ക് ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ 5 സ്പൂണല്ലേ നമ്മൾ ഒഴിച്ചത്. 5 സ്പൂൺ ഒഴിച്ചല്ലേ. ചട്ടി നല്ല ചൂടാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനിയും ഇന്നത്തിരുന്ന മസാല കരിയുണ്ടാകും. അപ്പോൾ നമ്മുടെ കണവ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, അതിട്ട് കണവയൊക്കെ ഉള്ള മസാല ആയിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആ പൊടിയോടുകൂടിയുള്ള എണ്ണയല്ലായിരുന്നു, അത് ഇത്തിരി കരിഞ്ഞോളൊരു സംശയം കേട്ടോ. ഇപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് വന്നത്. ഞാൻ നമ്മുടെ വീട്ടിലേക്ക് എടുക്കുമ്പോൾ എനിക്ക് കണവ വേവിച്ച വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. വേവിച്ചപ്പോൾ അതിന് കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഒഴിക്കുന്നില്ല. കാരണം ഇത് തൽക്കാലം ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് മൂടാനൊക്കെ ഇച്ചിരി ഓയിൽ ചേർക്കുകയോ പിന്നെ അല്ലാതെ എന്താ നമ്മുടെ വിനീഗർ ചേർക്കുകയോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ കാരണം വെച്ച നല്ല ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. കൊള്ളാമെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം, കുഴപ്പമില്ല. മസാലയുമായിട്ട് ഞാൻ വന്നു കൊള്ളാം കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചാൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു 2 കാര്യത്തിൽ. ഒന്ന്, അതിലുള്ള മസാല, എണ്ണയിലുള്ള മസാല ഞാൻ കടുക് ഇടുമ്പോൾ കരിയുന്നുണ്ടോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ കരിഞ്ഞു പോയ മസാല ആയി പോകുന്നു. ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂണൊക്കെ വാരി തട്ടിയപ്പോൾ ആകെ എത്രയും കണവയിലേ ഉള്ളൂ, ഉലുവയുടെ ഒരു ഇതുണ്ടാകും. പക്ഷെ രണ്ടും ഇല്ല കേട്ടോ. വിനീഗർ ഇപ്പോൾ ലാസ്റ്റ് ഒഴിച്ചതും കാര്യമായപ്പം അതിൻ്റെയോട്ടുള്ളൊരു പുളിയുണ്ട്, അത്യാവശ്യം എരിവുണ്ട്. ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുരുമുളക് ഇടാം, കുരുമുളക് പൊടി ഇടാം. പക്ഷെ വേണം കേട്ടോ, എരിവുണ്ട്, അത്യാവശ്യം എരിവുണ്ട്, പുളിയുണ്ട്. മസാല ഞാൻ വിചാരിച്ച പോലെ പേടിച്ച പോലെ കരിഞ്ഞിട്ടുമില്ല. കാണുമ്പോൾ ഒക്കെ അങ്ങനെ ഒരു ഫീൽ എനിക്കത് കരിഞ്ഞ മസാല ആയി പോകും. പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കണവ അച്ചാർ റെഡി. അപ്പോൾ ഇതിനൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് വരാനുണ്ട്, അതൊക്കെ വേണമെങ്കിൽ റെഫറൻസിന് എടുക്കാമായിരുന്നു. ഞാൻ ചെമ്മീൻ അച്ചാറിടുന്ന അതേ രീതിയാണല്ലോ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും നിങ്ങളിത് സ്ഥിരം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എൻ്റെ വീഡിയോ കണ്ടതിൽ. പിന്നെ തുടങ്ങിയിട്ടേ ഉള്ളതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സും ഒക്കെ എനിക്ക് കുറവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.